ഹലോ ഗായ്സ്, നമ്മുടെ 1CR ചാലഞ്ചിൻ്റെ പ്ലാനിങ് ആൻഡ് റൂൾസ് ചെറിയ രീതിക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതും എൻ്റെ ട്രേഡിംഗ് മെത്തേഡിനനുസരിച്ചിട്ടാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. എൻ്റെ ട്രേഡിംഗ് മെത്തേഡിനനുസരിച്ച് എൻ്റെ ഒരു ട്രേഡിംഗ് രീതി വെച്ചിട്ട് ആണ് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല രീതിയായിരിക്കും. നിങ്ങൾക്ക് പഴയ രീതിയാണ്, പഴയ പ്ലാനിങ് ആണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം. ഞാൻ ചെറിയ രീതിക്ക് എന്തായാലും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡിംഗ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിനൊക്കെ അനുയോജ്യമായിട്ട് ലൈറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മോഡിഫൈ ചെയ്തിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് 1:1 റിസ്ക് റേഷ്യോ ആക്കിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ. സ്റ്റോപ്പ് ലോസ് കൂട്ടിയിട്ടുണ്ട്, 30% ആക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് ഏറെക്കുറെ 1:1.5 ആണ്. പ്രോഫിറ്റ് 30%, ലോസ് 20% എന്നാണ്. ഇതിൽ ഞാൻ ലോസ് 30% ആക്കിയിട്ടുണ്ട്. ലോസ് 30% ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ട്രേഡ്സ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. അതായത് കൂടുതലും നമുക്ക് ട്രേഡ് വ്യൂ ശരിയാവുന്നുണ്ട്, പക്ഷേ എസ്എൽ ഹിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രേഡ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊക്കെയാണ് അടിച്ചിട്ടാണ് മാർക്കറ്റ് വ്യൂവിന് അനുകൂലമായിട്ട് പോകുന്നത്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് എസ്എൽ ഞാൻ കുറച്ച് കൂട്ടിയത്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നി. പിന്നെ നമുക്ക് എസ്എൽ കൂട്ടിയത് കൊണ്ട് നമുക്ക് എന്തായാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല പ്ലാനിങ്ങിൽ. എസ്എൽ മാത്രം കൂട്ടിയിട്ടുള്ളൂ. നമ്മൾ 1:1.5 ആകുമ്പോൾ ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് ഓരോ സ്റ്റേജ് ഫ്രണ്ടിലേക്ക്, നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് ഒന്നും കടന്നിട്ടില്ല, ഒരു സെക്കൻഡ് സ്റ്റേജിൽ പോലും എത്തിയിട്ടില്ല. അത് പ്രശ്നമില്ല, അതെന്തായാലും എത്തിക്കോളും. അത് നമുക്ക് മാറ്റമല്ല. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴും എക്സ്ട്രാ എമൗണ്ട് ബാലൻസ് ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്കിലത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ 1:1.5 വെച്ചതിൻ്റെ റീസൺ. ജസ്റ്റ് ഒരു സ്റ്റേജ് ബാക്കിലേക്ക് വന്നാലും ലൈറ്റ്ലി ബാക്കപ്പ് ക്യാപ്പറ്റിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് 1:1.5 വെച്ചത്. ഇപ്പോൾ എന്തായാലും 1:1 തന്നെയാണ് റിസ്ക് റേഷ്യോ വെച്ചിരിക്കുന്നത്. 30% ലോസ്, 30% പ്രോഫിറ്റ്, ടാർഗറ്റ് 30%, സ്റ്റോപ്പ് ലോസും 30% ആക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ ട്രേഡിംഗ് രീതിക്ക് എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു രീതിക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കാത്ത പോലെ, അതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അക്യൂറസി, നമ്മുടെ വ്യൂ പക്കയായിട്ട് റിവേഴ്സ് ആയാലേ എസ്എൽ ഹിറ്റ് ആവാൻ പാടുള്ളൂ എന്നൊരു സിസ്റ്റത്തിൻ്റെ പുറത്താണ് എടുത്തിട്ടുള്ളതെന്ന് പറയാം. എനിക്ക് കംഫർട്ടായിട്ടുള്ള പോലെയാണ്. നിങ്ങൾക്ക് ഈ പ്ലാൻ മോഡിഫൈ ചെയ്ത് നിങ്ങളുടെ രീതിക്ക് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എടുക്കാം പേഴ്സണലി. പിന്നെ റൂൾസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒറ്റ കാര്യം മാത്രം മാറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറ്റിയിട്ടില്ല. അതായത് ഡേ 2 ട്രേഡ് എന്നുള്ളതാക്കിയിട്ടുണ്ട്. നമുക്ക് 2 ട്രേഡ് വേണമെങ്കിൽ എടുക്കാം. ഡേ 2 ട്രേഡ് വേണമെങ്കിൽ എടുക്കാം എന്നുള്ളത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ 2 ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ ആക്കിയിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്ലാനിങ്ങിൽ റൂൾസിൽ ഒറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 1 ഡേ 2 ട്രേഡ് നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൽ ഓൺലി 2 ട്രേഡ് മാത്രം, വേറെ ഒരു ട്രേഡ്സും എടുക്കരുത്. അതിന് വേറെ ട്രേഡ്സ് ഇല്ല. അതും ഇതേ പ്ലാനിങ്ങിനനുസരിച്ച് മാത്രം. ഓക്കെ, പ്ലാനിങ്ങിനനുസരിച്ച് മാത്രം, വേറെ റൂൾസിനൊന്നും മാറ്റമില്ല. വേറെ റൂൾസൊക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ പ്രാക്ടിക്കലി നടപ്പിലാക്കുമ്പോൾ ചെറിയ രീതിക്ക് റൂൾസ് ഇനിയും മോഡിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയും റൂൾസ് ചെറിയ രീതിക്കും പ്ലാനിങ്ങും ചിലപ്പോൾ നമുക്ക് ഇതും കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും ചെറിയ രീതിക്ക് എന്തായാലും മോഡിഫൈ ചെയ്യേണ്ടി വരും. പ്രാക്ടിക്കലി ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കതിനെ മാറ്റാനും, അതായത് അതിൻ്റെ ഫോൾട്ടും അതിൻ്റെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, ഓരോരുത്തരുടെ ട്രേഡിംഗ് മെത്തേഡ് അനുസരിച്ചാണ് ഇതിനൊക്കെ പ്രാധാന്യം. എൻ്റെ ഒരു രീതിക്ക് എനിക്ക് കംഫർട്ടായിട്ടുള്ള പോലെ, നമുക്ക് സക്സസ് കിട്ടുന്ന പോലെ ആ ഒരു പ്ലാനിങ്ങിനെ മാറ്റുന്നതായിരിക്കും. നിങ്ങൾക്കും അതുപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണലി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും ലൈറ്റ്ലി എന്തായാലും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പെർ ഡേ 2 ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി. 2 ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കുക. 2 ട്രേഡ് എടുക്കണം എന്നല്ല, ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം 2 ട്രേഡ് എടുക്കുക. ഒരിക്കലും 2 ട്രേഡ് എടുക്കണം എന്നല്ല, 2 ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. വേറെ നമ്മൾ മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എന്തായാലും പ്രാക്ടിക്കൽ ചെയ്ത് വരുമ്പോൾ ചെറിയ രീതിക്ക് മോഡിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് എന്തായാലും ഒരു പൊളി വിളിക്കാം. സീ യു.